പ്രിയമുള്ളവരെ, മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 2-ാം അധ്യായം 18 മുതൽ 22 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ സഭമാതാവ് നമ്മുടെ പരിചിന്തനത്തിനായി നൽകുമ്പോൾ, അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണെന്ന് പഴയ സാമുവേലിൻ്റെ പുസ്തകം 1-ാം വായനയിലൂടെ നമ്മൾ ശ്രവിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനമനുസരിച്ച് അവിടുത്തെ കൽപ്പനകൾ പാലിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തോടൊത്താണ് എന്ന് സുവിശേഷം നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഈ അനുസരണം തീർച്ചയായിട്ടും ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവാനുഭവത്തിന് അത്യന്താപേക്ഷിതമാണ്. പക്ഷെ അധികാരം കയ്യിലേറ്റി വെച്ചിട്ട് സ്വന്തം സ്വാർത്ഥതയ്ക്കും താല്പര്യങ്ങൾക്കും വേണ്ടി അനുസരിപ്പിക്കുവാൻ പരിശ്രമിക്കുന്നത് മൂഢത്വമാണ്. സ്വയം പരിശോധന ചെയ്യണം, ഞാൻ ദൈവത്തെ അനുസരിക്കുന്നുണ്ടോ എന്ന്. പക്ഷെ അനുസരണാശീലത്തിലേക്ക് കടന്നു വരുന്നവരെല്ലാവരും തന്നെയും ദൈവത്തെ അനുസരിക്കുവാൻ പ്രാപ്തരാകണം. ആകയാൽ നമുക്ക് ചെയ്യുവാനായിട്ടുള്ളത് ദൈവവചനത്തെ അനുസരിക്കുന്നവരും അതേപോലെ തന്നെ കൽപ്പനകൾ പാലിക്കുന്നതിൽ നിഷ്ഠയുള്ളവരുമായി മാറണം. അപ്പം അതുകൊണ്ട് ഈശോ പറയുന്നത്, പഴയ വസ്ത്രത്തിൽ പുതിയത് തുന്നിച്ചേർക്കാൻ സാധിക്കുകയില്ല, കീറൽ വലുതാകുകയുള്ളൂ. അതേപോലെ പുതിയ തേൻ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിലാണ് ഒഴിച്ചു വയ്ക്കുന്നത്. പഴയതിൻ്റെ അവസ്ഥയിൽ തന്നെ ആകുക. അപ്പോൾ പുതിയതായി നമ്മൾ മാറുക, പുതുമയുള്ളതായി മാറുക. ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. ആമേൻ.